ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു മെയിൻ്റെനൻസ് കഴിഞ്ഞ് നമ്മളെന്തായാലും ഗെയിമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് വന്നതെന്നൊക്കെ നോക്കാം ഗൈസ്. ഓക്കെ, ഏതൊരു ജപ്പാൻ ലീഗിൻ്റെ ഒക്കെ പാക്ക് വന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ലോഗിൻ ബോൺസായിട്ട് കോയിൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരാഴ്ച ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 300 കോയിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അതെന്തായാലും ലാഭമാണ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി ആണ് മെയിനായിട്ട് നോക്കാനുള്ള. ഗൈസ്, നമ്മുടെ ഷോപ്പിനകത്ത് നമ്മുടെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു കാർഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ഏർപ്പാടായി. ഷോപ്പ് ശൂന്യമായി കിടക്കുമായിരുന്നു. ഓക്കെ, എന്തായാലും ആ വിനീഷ്യസിനെ എങ്ങനെയും ഒന്ന് എടുക്കണം. പിന്നെ 500 കോയിൻ കൊടുത്ത് നമുക്ക് ഫെർണാണ്ടോ ടോറസിൻ്റെ ഒരു ബൂസ്റ്റർ കാർഡ്, വെറും ബൂസ്റ്റർ അല്ല ഗൈസ്, ഡബിൾ ബൂസ്റ്റർ കാർഡ് നമുക്ക് മേടിക്കാം. അപ്പോൾ 500 കോയിൻ കൊടുത്താൽ മതി. നമുക്ക് ഏകദേശം 500 കോയിനൊക്കെ സെറ്റാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 600 കോയിൻ ഉണ്ടായിരുന്നതാണ് ഗൈസ്. ഞാൻ ആ ബയൺ പാക്ക് വന്നപ്പോൾ ഞാൻ ചുമ്മാ അതിനകത്ത് സ്പിൻ ചെയ്തതാണ്. എനിക്ക് ഒരു തേങ്ങ പോലും അതിനകത്ത് നിന്ന് കിട്ടിയില്ല. അതെന്തോ തോന്നി ഞാൻ കറക്കിയതാണ്. പിന്നെ ഇന്ന് വന്നേക്കുന്ന പ്ലെയർ ഓഫ് ദി 2 പ്ലെയർ ഓഫ് ദി ഉണ്ട്. നമുക്ക് ഒരു പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീ സ്പിൻ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ നല്ലൊരു പ്ലെയർ ഓഫ് ദി തന്നെയാണ് വന്നേക്കണേ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വിനീഷ്യസ് ജൂനിയർ വന്നിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാക്സൺ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. പിന്നെ ഡാർവിൻ നൂൺസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 600 കോയിൻ ഉണ്ടായിരുന്നതാണ്. ഞാനത് വെറുതെ കൊണ്ടുപോയി കറക്കി കളഞ്ഞു ഗൈസ്. എനിക്കത് വീഡിയോ പോലും പിടിക്കാൻ പറ്റിയില്ല. അത് പോട്ടെ ഗൈസ്, പോട്ടെ. ഞാൻ നെയ്മറിൻ്റെ പാക്ക് മേടിക്കാൻ, നെയ്മറിൻ്റെ അല്ലെങ്കിൽ മെസ്സിയുടെ പാക്ക് മേടിക്കാൻ വേണ്ടി കൂട്ടി വെച്ച കോയിനായിരുന്നു. കുഴപ്പമില്ല, അത് പോട്ടെ. ഞാൻ ചിലപ്പെങ്കിൽ ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡ് മേടിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണേ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫെർണാണ്ടോ ടോറസിൻ്റെ കാർഡ് മേടിച്ചോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകണമെങ്കിൽ ഗൈസ്, നമ്മുടെ ഫ്രീ സ്പിൻ കിടക്കുന്ന മാച്ച് ഇതാണ്. നമ്മുടെ പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീ സ്പിന്നാണ്. അപ്പോൾ അത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും കിട്ടും. പിന്നെ കോയിൻ ഇവൻ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റിൻ്റെ വോളിയം 2 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് 40 കോയിനൊക്കെ വെച്ച് നമുക്ക് ഒരു 100 കോയിൻ എന്തായാലും അവിടെ നിന്ന് സെറ്റാവും. പിന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ജീപ്പിങ് കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് കോയിൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് കോയിൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് മാച്ചൊക്കെ കളിച്ചിട്ട് എന്തായാലും ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാൻ നോക്കാം. അപ്പോൾ പ്ലെയർ ഓഫ് ദി ആരെ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ മാച്ചൊക്കെ കളിച്ച് നമ്മളെന്തായാലും ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ലോഗിൻ ബോൺസായിട്ട് നമുക്ക് 50 ക്ലബ് കോയിൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പ്ലെയർ ഓഫ് ദിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം ഗൈസ്, ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ഈ ബാർസലോണയുടെ ഒരു പ്ലെയറിനെ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അതെന്തായാലും നമുക്ക് കറക്കി എടുത്തേക്കാം. ഒരു പ്ലെയറിനാണ് ഗൈസ് കിട്ടാനുള്ളൂ. ഓക്കെ നമ്മളങ്ങനെ അവസാനത്തെ പ്ലെയറിനെ കൂടി സൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി കറക്കിയിട്ട് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഗൈസ് ഇത് കറക്കണമെന്നുണ്ട്, പക്ഷേ കോയിനില്ല. കോയിൻ ഷോക്കാണ്, 100 കോയിനൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ കോയിൻ എന്തായാലും കൂട്ടുവാണ്. ഇതിനകത്ത് ഗ്രീസ്മാൻ്റെ കാർഡുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല കാർഡ്സൊക്കെ ഉണ്ട്. എൻട്രിക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സോമറിൻ്റെ ഒരു കാർഡുണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാർഡ്സ് ഉണ്ട്. ബട്ട് ഞാൻ കറക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലെയർ ഓഫ് ദി ഇതാണ്. ഇതിനകത്ത് വിനീഷ്യസ് ജൂനിയർ ആണ് ഗൈസ് എൻ്റെ മെയിൻ ടാർഗറ്റ്. വിനീഷ്യസ് ജൂനിയറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ആരെ പറയുക, പൊളിഫിക് വിങ്ങറാണ് വിനീഷ്യസ്. അപ്പോൾ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്. ഈ വിനീഷ്യസിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഷോപ്പിനകത്തൊരു വിനീഷ്യസിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വിനീഷ്യസിനെ എങ്ങനെയും എടുക്കണം. പിന്നെ ഒരു ടാർഗറ്റ് പാബ്ലോ ടോറയാണ് ഗൈസ്. അപ്പോൾ പുള്ളി ബോക്സ് ടു ബോക്സ് ആണ്, നല്ലൊരു പ്ലെയറാണെന്ന് തോന്നുന്നു. പിന്നെ പറയുകയാണെങ്കിൽ വേറെ ആരെ ടാർഗറ്റ് വയ്ക്കും ഗൈസ്. ഓക്കെ, ഇതിനകത്ത് വേറെ ആരെ ടാർഗറ്റ് വയ്ക്കും? നൂൺസൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ട്. പ്ലെയർ ഓഫ് ദി ഡാർവിൻ നൂൺസൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഈ ഗോൾ കീപ്പറിനെ എന്തായാലും ടാർഗറ്റ് വയ്ക്കാം. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കറക്കി നോക്കാം ഗൈസ്. അപ്പോൾ ആരെ കിട്ടുമെന്നൊക്കെ എന്തായാലും കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറിനൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. ഹെയർ വി ഗോ. ആരാന്ന് നോക്കാം ഗൈസ്,
എൻ്റെ മനസ്സ് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഗൈസ് മേളിൽ കളറുണ്ട്, ഉള്ളിൽ പച്ച കളറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ഗൈസ്. ഓക്കെ, അല്ല ഗൈസ്, അല്ല, ഇതാരാണ്? നമ്പർ 9, ഇതാരടാ? ഓക്കെ, ഓക്കെ ഗൈസ്, ഇത് ആ ഫ്രണ്ട് റോയിൽ കിടക്കുന്ന പ്ലെയറാണ്. കുഴപ്പമില്ല ഗൈസ്, ഇരിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ ഗൈസ്, ബൈ.